ശ്രീനേട്ടൻ്റെ മക്കളെ ഇപ്പം വിനീത് വന്നതിന് ശേഷം പിന്നെ കുറേ പേര് ഇപ്പം സിനിമയിലേക്ക് വരുന്നുണ്ട്. അതായത് നമ്മൾ വളർന്ന സമയത്ത് കണ്ട സിനിമകളിൽ താരങ്ങളായിട്ടുള്ളവരുടെ അടുത്ത തലമുറ ഇപ്പോൾ വരുന്നുണ്ട്. ശ്രീനേട്ടൻ്റെ രണ്ടാമത്തെ ആൾ ധ്യാൻ്റെ സിനിമകൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നു. ധ്യാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ വരുന്നു. അപ്പോൾ ഈ പുതിയൊരു തലമുറ ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് നെക്സ്റ്റ് ജനറേഷൻ ഇങ്ങനെ ഡെവലപ്പായി വരുവാണ്. അപ്പം അത് കാണുമ്പം എന്താണ് ഇപ്പോൾ ധ്യാനിന് ഇപ്പോൾ ഫസ്റ്റ് ഡയറക്ടോറിയൽ വെഞ്ചറിന് എന്ത് അഡ്വൈസാണ് ധ്യാനിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തൊരു മേൽനോട്ടാണ് ശ്രീനേട്ടൻ്റെ ഭാഗത്തു നിന്നുള്ളത്? ഒരു കാര്യം അവർക്കൊക്കെ മനസ്സിലായിട്ടുള്ളത്, ഇപ്പം എല്ലാവരുടെയും മക്കളുടെ കാര്യമായാലും അവരറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും, അതായത് ഇന്നയാളുടെ മകനാണ് എന്നുള്ളത് കൊണ്ടൊന്നും പൊതുജനം പ്രേക്ഷകർ അവരെ അംഗീകരിക്കാൻ പോകുന്നില്ല. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അതിപ്പോൾ ഒന്നോ രണ്ടോ പിന്നെ അല്ലെങ്കിൽ കുറച്ച് പേരോ കുറച്ച് കാലത്തേക്കോ ഇങ്ങനൊരു ഓർമ്മയൊക്കെ ഉണ്ടായിന്ന് വരാം. പക്ഷേ നിരന്തരം മോശം പെർഫോമൻസ് ആണെങ്കിൽ പുറന്തള്ളും ആരായിരുന്നാലും. അതാണ് ഇവരെല്ലാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് നിലനിർത്താനുള്ള മിടുക്ക്, അതിൻ്റെ അധ്വാനം, പരിശ്രമം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് പോവുള്ളൂ, ഇത് തുടരാൻ സാധിക്കുള്ളൂ. അപ്പം നമ്മുടെയൊക്കെ ജീവിതമാണ് നമ്മുടെ മക്കൾക്കും മറ്റുള്ളവർക്കും ഒക്കെ നോക്കാനുള്ളത്. ആരും തന്നെ ഈസി ആയിട്ട് ഒരു സുപ്രഭാതത്തിൽ പിന്നെ വിജയിച്ചവരൊന്നുമല്ല. അതിൻ്റെ പുറകിൽ അധ്വാനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവസാനം ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്ന സാധനവും ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം എന്തിതായാലും ചുളിവിലൊന്നും നേടിയെടുക്കാമെന്ന് ആരും വിചാരിക്കാതിരിക്കുന്നതാണ് നല്ലത്.